മാധു, ആദ്യമേ തന്നെ വയനാട് ചൂഴൽമലയിലും മുണ്ടക്കയിലും ഏകദേശം അവസാന കണക്കുകൾ പ്രകാരം 251 മരണങ്ങൾ, 47ഓളം ആളുകൾ കാണാതായിരിക്കുന്നു. സർക്കാർ കണക്കുകൾ പ്രകാരം ഏകദേശം 1200 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. സർക്കാരിൻ്റെ അതേ കണക്കുകൾ പ്രകാരം ഏകദേശം 2200 കോടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വിഭാവന ചെയ്യുന്ന രീതിയിൽ ആളുകളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ പുതിയ ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത് കാണാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ വന്നിട്ട് കഴിഞ്ഞ ഏകദേശം 4 മാസം 100 ദിവസം കഴിഞ്ഞിട്ടും ഇന്ന് സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം വളരെയധികം നിരാശാജനകമാണ്. കണ്ണിൽ ചോരയില്ലാത്തൊരു തീരുമാനം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിലെടുത്തിരിക്കുന്നത്. ഇവിടെ അഡ്വക്കേറ്റ് ശങ്കുത്തിദാസ് പറഞ്ഞ ചില കാര്യങ്ങൾ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ നൽകാനുണ്ട്. ആദ്യമേ തന്നെ കാണുന്ന ആളുകൾ മനസ്സിലാക്കണം, എല്ലാ തരത്തിലുള്ള ഈ പറഞ്ഞ ദുരിതങ്ങളെയും ഈ L1, L2, L3 ആയിട്ടാണ് കാണുന്നത്. L1 ദുരിതങ്ങളെന്ന് വെച്ചാൽ ഒരു ജില്ലയിൽ അകത്ത് നിന്നുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന ദുരിതമാണ്. അങ്ങനെ ഒരു ദുരിതമല്ല നമുക്ക് വയനാടുള്ളത്. L2 എന്ന് വെച്ചാൽ ഒരു സംസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രദേശത്ത് വീണ്ടെടുക്കാൻ കഴിയുന്നതിനെയാണ് ബ്രോഡായിട്ട് L2 എന്ന് പറയുന്നത്. ഇത് വളരെ ക്ലിയർ അല്ലേ? ഒരു പ്രദേശം തന്നെ മാഞ്ഞുപോയി ആളുകൾ മരണപ്പെട്ട് ജീവിതം സ്തംഭിച്ച് നിൽക്കുന്ന ഇത്രയും കോടി രൂപയുടെ നാശനഷ്ടവും മരണങ്ങളും ഉണ്ടായതിനെ തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയും മറ്റ് ഏജൻസികളുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഒരു L3 ദുരന്തം എന്ന രീതിയിൽ ഇതിനെ കേന്ദ്ര സർക്കാർ കണക്കിലാക്കിയാൽ മാത്രമേ പല സഹായങ്ങൾ കിട്ടത്തുള്ളൂ. കാരണം L3 ദുരന്തമാണെങ്കിൽ നേരത്തെ ശ്രീ ആരിഫ് പറഞ്ഞതുപോലെ സെക്ഷൻ 13 പ്രകാരം ആ ദുരന്തത്തിൽ ഭാഗമായിരുന്ന ആളുകളുടെയൊക്കെ കടങ്ങളടക്കമുള്ളത് ഇതിൽ തരണമെങ്കിൽ L3 ദുരന്തമായി പ്രഖ്യാപിക്കണം. ഒന്ന്, L3 ദുരന്തമാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ NDRF നിന്നുള്ള പണം നമുക്ക് കൂടുതൽ ലഭിക്കും. L3 ദുരന്തമാണെങ്കിൽ ഇതേ NDRF-നകത്തുള്ള പുതിയൊരു റീഹാബിലിറ്റേഷൻ വിൻഡോ അനുസരിച്ച് കൂടുതൽ പണം പുനർനിർമ്മാണത്തിന് വേണ്ടി അഡീഷണലായി നമുക്ക് കിട്ടും. അപ്പോൾ L3 ദുരന്തമാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് പണം കിട്ടുമെന്നുള്ളതാണ്. ആ നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് പണം കിട്ടിയാൽ മാത്രമേ കേരളത്തിന് കരകയറി മുന്നോട്ട് വരാൻ കഴിയുകയുള്ളൂ. വയനാടുള്ള ഇത്രയും ആളുകളുടെ ജീവിതം മാറ്റാൻ കഴിയുകയുള്ളൂ. അതിന് കേന്ദ്രമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സിവിയർ ക്രൈസിസായി ഒരു L3 തരത്തിലുള്ള ദുരന്തമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർ പറഞ്ഞതാണ് SDRF ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇവിടെ ശങ്കുത്തിദാസ് പറഞ്ഞപ്പോൾ എന്തോ കേന്ദ്രം വലിയ കഴിവ് കാണിക്കുന്നതുകൊണ്ട് മിലിറ്ററി വന്നതും പട്ടാളം വന്നതും ബെയിലി പാലം കിട്ടിയതും പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ വന്നതും ഒക്കെ അവരുടെ ഔദാര്യമായിട്ടാണ്. ഔദാര്യമല്ല, കേരളത്തിലെ ആളുകളുടെ വോട്ടും കേരളത്തെയും കൂടി പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്നത്. ആ ഭരണമായി കേരളത്തിലെ ആളുകളടക്കം കൊടുക്കുന്ന ടാക്സ് റവന്യൂ GST കൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന ടാക്സ് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്നുള്ള അർഹമായിട്ടുള്ള ഒരു സെക്ഷനാണ് കേരളത്തിന് ഈ പറഞ്ഞ SDRF കിട്ടുന്നത്. SDRF-ന്റെ 75% കേന്ദ്രവും 25% കേരളം എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന പണം ഇത് വയനാട് ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ 400 കോടി രൂപ എല്ലാ വർഷവും 2 ഗഡുവായി കേന്ദ്രം കേരളത്തിൽ നൽകും. അതും ഫിനാൻസ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ അനുസരിച്ച് കിട്ടുന്ന പണമാണ്. അപ്പോൾ ഈ 400 കോടി രൂപ കേരളത്തിൽ തികയില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അതുമല്ല, SDRF-ന്റെ ഗൈഡ് ലൈൻസ് വളരെ ക്ലിയറാണ്. കാരണം ഈ കേന്ദ്ര ഗവൺമെൻറ് നിയമങ്ങളായതുകൊണ്ട് അതിൻ്റെ ഗൈഡ് ലൈൻസ് കേരളത്തെ പോലെ പോപ്പുലേഷൻ ഡെൻസിറ്റിയുള്ള ജനസാന്ദ്രതയുള്ള ഇപ്പോൾ കേരളത്തിൽ ഒരു വീട് വെക്കണമെങ്കിൽ എത്ര രൂപ മാധു അറിയാമല്ലോ. ആ കേരളത്തിലുള്ള വീട് വെക്കുന്നതിൻ്റെ ഒരു 4/1 ഒരു ശതമാനക്കണക്ക് പോലും ഈ SDRF-ൽ വീട് വെക്കാൻ കൊടുക്കാൻ പറ്റത്തില്ല. ഒരു റോഡിന് വേണ്ടി പറയുന്നത് 75,000 രൂപയാണ്. അപ്പോൾ മറ്റ് വിശാലമായ സ്ഥലമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയൊക്കെ കണക്കുകൾ വെച്ചുണ്ടാക്കുന്ന SDRF ഒരിക്കലും കേരളത്തിന് പാകമല്ല. അതിനേക്കാൾ ഉപരി ഈ പറഞ്ഞ NDRF-ൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ ഇതിനു മുമ്പ് കൊടുത്തതുപോലെ തന്നെ ഒരു 10,000-1,500 കോടി രൂപ കൊടുക്കണമെന്നുള്ള ഒരു ന്യായമായിട്ടുള്ള ആവശ്യമാണ് കേന്ദ്രം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ഓർക്കേണ്ടത്, ഇതേപോലെ കർണാടകവും തമിഴ്നാടും ഇത് ചെയ്തു. അവിടെ സൈക്ലോൺ ഉണ്ടായപ്പോൾ, അവിടെ മഴവെള്ളക്കെടുതി ഉണ്ടായപ്പോൾ ഇതേപോലെ പറ്റില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. അവസാനം ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും കർണാടകവും തമിഴ്നാടും പോയി കാര്യങ്ങൾ വഴിതെറ്റുമെന്ന് മനസ്സിലായപ്പോൾ സ്വമേധയ അവസാനം 500 കോടി രൂപ വെച്ചെന്തോ ആദ്യ ഗഡുവായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണേണ്ടത് കേന്ദ്ര സർക്കാർ. ഒരു പോയിന്റ് ഞാൻ പറയാം. ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇലക്ഷൻ ഡബിൾ എഞ്ചിൻ സർക്കാർ, നമ്മൾ ഇരട്ട പ്രൊപ്പല്ലറുള്ള സർക്കാരാണെന്ന് പറയും. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് വെച്ചാൽ BJPക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കേന്ദ്രത്തിലും ഗുണം കിട്ടും, സംസ്ഥാനത്തും ഗുണം കിട്ടും. അതിന് മറുവാദമുണ്ട്, നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ BJPക്ക് ഒരിക്കലും ഭരണത്തിൽ വരാൻ പറ്റാത്ത ഒരു സംസ്ഥാനമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സഹായം കൂടി ചെയ്യത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് കാണുന്നത്. ഇത് ന്യായമായി